ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനിയിപ്പോൾ കർക്കിടക മാസം വരികയാണല്ലോ. കർക്കിടക മാസത്തിൽ നമ്മൾ ഉലുവ, അതുപോലെ എള്ള്, പല സാധനങ്ങളും നമ്മൾ കഴിക്കും മരുന്നായിട്ട്. പക്ഷെ മക്കൾക്കും എന്തെങ്കിലും അവർക്കും നന്നാവാനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉണ്ടാക്കണമെന്ന് കേട്ടത്. അപ്പോൾ അത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഉപയോഗിക്കാം. എപ്പോഴും നമ്മുടെ മക്കൾക്ക് കുറച്ച് കളർ വയ്ക്കാനും വണ്ണം ഇല്ലാത്ത കുട്ടികൾക്ക് വണ്ണം വയ്ക്കാനും നമുക്ക് എപ്പോഴും ആഗ്രഹമാണല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യണത് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നെയ്യാണ്. ഇത് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് അവരുണ്ടാക്കണ നെയ്യാണ് കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഇത് ഞാൻ മുന്നേ പുറത്തുനിന്ന് വാങ്ങിച്ച നെയ്യാണ് കേട്ടോ. അപ്പോൾ രണ്ടും ചൂടായ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കണം, അതൊന്ന് ഉരുക്കി കിട്ടാനായിട്ട്. വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ നല്ല ചൂടല്ല കേട്ടോ, ചെറിയൊരു ചൂട്. ആ വെള്ളത്തിലേക്ക് ഈ നെയ്യ് ഇറക്കി വയ്ക്കണം കേട്ടോ. നല്ല കട്ടയായിട്ടുള്ള നെയ്യാണ് ഇതിലേക്ക് ഇറക്കി വെച്ച് ഒന്ന് ഉരുക്കി വരട്ടെ, ഉരുക്കി ഒന്ന് ചൂടാറട്ടെ. ഇവിടെ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അവർക്ക് വേണമെങ്കിൽ ഒരു കുപ്പി നിറച്ച് ഒറ്റ പ്രാവശ്യം തന്നെ കൊടുക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ രണ്ടാമത്തെ കുപ്പി കൂടി ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അവരുടെ മാറ്റം നമ്മൾ തന്നെ അതിശയപ്പെടുത്തും. അത്രയും വ്യത്യാസമാവും കേട്ടോ അവർക്ക്. അപ്പോൾ അത് ഉരുക്കി കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല നെയ്യിൽ നിന്ന് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്, ഇതിന് കുറച്ചെടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഉണങ്ങിയൊരു പാത്രത്തിലേക്ക് ഞാൻ 2 പൂവമ്പഴമാണ് ചേർക്കുന്നത്. പൂവമ്പഴം ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് കദളിപ്പഴം, ഞാലിപ്പൂവമ്പഴം, ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതൊന്നും കിട്ടിയില്ല, അപ്പോൾ പൂവമ്പഴമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. പൂവമ്പഴം 2 ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈന്തപ്പഴം കഴുകൊന്നും ചെയ്യരുത്, തുടച്ചെടുക്കുക കേട്ടോ. തുണിയോട് ഞാൻ പരമാവധി തുടച്ചിട്ടുണ്ട്. അതിന് കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇതിപ്പോൾ എത്രയാണെന്ന് നോക്കിയിട്ടില്ല കേട്ടോ, 250 ഗ്രാമാണ് തോന്നുന്നുണ്ട്. അത് നമുക്ക് 2 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി, കറുത്ത മുന്തിരി തന്നെ എടുക്കാനാണ് നോക്കേണ്ടത് കേട്ടോ. ഇത് നല്ലോണം തുടച്ചിട്ടുണ്ട്. ഇതൊന്നും കഴുകാൻ പാടില്ല, വെള്ളത്തിൻ്റെ അംശം ഉണ്ടായി കഴിഞ്ഞാൽ അത് പൂത്തുപോയില്ലേ. അപ്പോൾ കർക്കിടക മാസം 1-ാം തീയതി ആകുമ്പോഴേക്കും നിങ്ങളിത് ഉണ്ടാക്കി വണ്ണം കുറഞ്ഞ കുട്ടികൾക്കും ഇത്തിരി കളറ് കുറഞ്ഞ കുട്ടികൾക്ക് കളറ് വയ്ക്കാനൊക്കെ ഇത് ബെസ്റ്റാണ് കേട്ടത്. അതുപോലെ കൽക്കണ്ടം ഒരു പാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചൂടാറിയ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇതൊന്ന് ഉടച്ച് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അറിയാത്തവരൊക്കെ മക്കൾക്ക് എന്തായാലും ഇത് ചെയ്ത് കൊടുക്കാം. നല്ല ഇപ്പോൾ ഉണക്കമുന്തിരി എന്ന് വെച്ചാൽ മുടി ഉണ്ടാവാനും മുഖം തുടുത്ത് വരാനും മുടിയിഴകളൊക്കെ പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. നല്ലോണം അതൊന്ന് ഉടച്ച് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് പെൺകുട്ടികൾക്ക് കൊടുക്കാനാണ് ആഗ്രഹം, അവരാണല്ലോ ഒന്ന് കളർ വയ്ക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവുക. പക്ഷേ ആൺകുട്ടികളും പറയും അവർക്കും വേണമെന്ന് പറയും. അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ, മോനും മോൾക്കും കൊടുക്കാനാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. 1 കുപ്പി ഉണ്ടാക്കി, 2 കുപ്പി ഉണ്ടാക്കി, അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം കേട്ടോ. ഈന്തപ്പഴമൊക്കെ നല്ലോണം ഉടച്ചെടുക്കുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ല ചില്ല് കുപ്പിയിൽ വേണമെങ്കിൽ ഇട്ട് വയ്ക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പിയിൽ അതിൽ ഇട്ട് വെച്ചാൽ മതി. ഇത് പഴം ചേർത്തുകൊണ്ട് ചിലപ്പോൾ അത് ചെറിയൊരു പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക, എടുക്കണേലും കുറച്ച് മുന്നേ പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. രാവിലെ കഴിക്കുകയാണെങ്കിൽ വൈകുന്നേരം കഴിക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം, നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം. മക്കൾ നല്ല ഭംഗി വയ്ക്കും കേട്ടോ, ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.